ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ സിമ്പിളായിട്ടുള്ള ഒരു ഐ മേക്കപ്പ് ആണ്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എത്തിക്കുന്നത് ഐടെക്സ് ഡാസ്ലറാണ്. അത് നമ്മൾ ആദ്യം തന്നെ കണ്ണെഴുതുന്നതിന് മുമ്പ് നമ്മളുടെ കണ്ണിൻ്റെ മുകളിൽ നമ്മൾ ഐലൈനർ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നന്നായിട്ടൊന്ന് പൗഡർ ഇട്ടിട്ട് ഡസ്റ്റ് ചെയ്ത് കളയണം. അതിനുശേഷം ഇതുപോലെ നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഇതിനകത്ത് എക്സസ് ആയിട്ടുള്ള ഐലൈനർ നമ്മൾ മാറ്റി കളയണം. അപ്പോൾ നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ഒരു ഫ്ലോയിൽ നമുക്ക് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഓപ്പൺ ചെയ്തിട്ട് ബാക്കി വരുന്ന എന്ന് വെച്ചാൽ അധികത്തിലുള്ളത് നമ്മൾ ആ കുപ്പിയിൽ തന്നെ തേച്ചതിന് ശേഷം നമുക്കാണെങ്കിൽ ആ ഒരു പോയിൻ്റ് എന്ന് വെച്ചാൽ ആ ഒരു ലൈനർ ബ്രഷ് ഉണ്ടല്ലോ, ആ ബ്രഷ് നല്ല കറക്റ്റ് ഷാർപ്പായിട്ടിരിക്കണം. അപ്പോൾ നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. അതിനുശേഷം നമ്മളിങ്ങനെ ഒരു വര വരച്ചതിന് ശേഷം മുകളിൽ നമുക്ക് ആദ്യം ഫസ്റ്റ് ഒരു ഔട്ട്ലൈൻ വരയ്ക്കാം. അതിനുശേഷം അത് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നമുക്ക് രണ്ട് കണ്ണിലും ഫില്ല് ചെയ്ത് കൊടുക്കാവുന്നതാണ്. നമ്മൾ എന്തിനാണ് പൗഡർ ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാ ഐലൈനർ കഴിയുമ്പോഴത്തേനും ഒരു ഓയിലി ടച്ച് വരത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ എന്ന് വെച്ചാൽ കുറച്ച് പൗഡർ ഇടുകയാണെങ്കിൽ അതങ്ങനെ തന്നെ നമുക്ക് ഫിക്സായിട്ട് നിൽക്കും. ഒന്നിങ്ങനെ അധികം ഓയിലി ടൈപ്പായിട്ട് ഫീൽ ആകത്തില്ല. അപ്പം നമ്മൾ അത് കഴിഞ്ഞിട്ട് നമ്മളുടെ എഡ്ജസ് ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കണം. രണ്ട് എഡ്ജസ് ഒന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കാം. അത് വേണമെങ്കിൽ മാത്രം മതി. ചിലർക്ക് അങ്ങനെ ഇഷ്ടമല്ലായിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ചെയ്യേണ്ട ആവശ്യമില്ല. ഞാനിവിടെ ചെറുതായിട്ട് വളരെ കുറച്ച് ഞാനൊന്ന് ഷാർപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം എന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ മസ്കാര യൂസ് ആക്കാൻ പോകണം കേട്ടോ. മസ്കാരയൊന്നുമല്ല, നമ്മളുടെ ഐലൈനർ വെച്ച് തന്നെ നമ്മൾ നമ്മുടെ കൺപീലിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇതൊരു മസ്കാര ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിന് വേണ്ടി പ്രത്യേക മസ്കാര ഒന്നും നമ്മൾ വേണ്ട. നമ്മൾ ലോ ബഡ്ജറ്റല്ലേ നമ്മൾ ചെയ്യുന്നത്. അപ്പം ഈ ഒരു ഐലൈനർ വെച്ച് തന്നെ നമ്മളിങ്ങനെ കൺപീലിയിൽ ഇങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. കൊടുത്തതിന് ശേഷം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു തിക്കായിട്ട് എല്ലാം കൂടി ചേർന്നിരിക്കുമായിരിക്കും ചെയ്യുന്നത്. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ചുമ്മാ അപ്ലൈ ചെയ്ത് കൊടുക്കുകയല്ലേ. അപ്പോൾ നമ്മളുടെ കൈയുടെ വിരൽ വെച്ചിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. ഇങ്ങനെ എല്ലായിടത്തും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ പീലിയെല്ലാം വിട്ട് സെപ്പറേറ്റ് ആയിട്ടിരിക്കും. ഇത് നമുക്ക് മസ്കാരയുടെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ സാധാ ഐലൈനർ വെച്ച് തന്നെ നമുക്ക് ചെയ്യാവുന്നതാണ്. നമുക്കൊരു മസ്കാരയുടെ എഫക്റ്റ് നമുക്ക് കിട്ടുകയും ചെയ്യും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാജലാണ് കേട്ടോ. ഏത് കാജൽ വേണമെങ്കിലും യൂസ് ചെയ്യാം. ഞാനാണെങ്കിൽ ഇവിടെ ഹിമാലയയുടെ കാജലാണ് യൂസ് ചെയ്യുന്നത്. അത് ഇങ്ങനെ ഒന്ന് പിടിച്ചതിന് ശേഷം നമ്മൾ അകത്ത് മാത്രമേ ഇടുന്നുള്ളൂ കേട്ടോ. നമ്മൾ പുറത്തോട്ടൊന്നും ചെയ്തില്ല. സിമ്പിളായിട്ടുള്ള ഒരു ഐ ലുക്ക് ആയതുകൊണ്ട് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നമ്മൾ അകത്ത് മാത്രം ഇങ്ങനെ എഴുതി കൊടുക്കുക. എഴുതി കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ മേലിൽ മസ്കാര ഇട്ട കണക്ക് തന്നെ നമ്മളുടെ താഴത്തെ കൺപീലിയിലും മസ്കാര നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കണം. അത് നേരത്തെ ചെയ്ത കണക്ക് തന്നെ നമുക്ക് ആ ഒരു ഐടെക്സിൻ്റെ ഐലൈനർ വെച്ചിട്ട് നമ്മളിങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം കൈ വെച്ച് നമ്മളിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ മാത്രം ചെയ്താൽ മതി. അപ്പം നമുക്ക് നമ്മളുടെ നമ്മളുടെ ഏറ്റവും ലോ ബഡ്ജറ്റായിട്ടുള്ള ഐ മേക്കപ്പ് നമ്മുടെ ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഭയങ്കര പെട്ടെന്ന് നമുക്ക് ചെയ്യാനും പറ്റുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ലുക്കാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.